എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് ഈ അടുത്ത് OPയിൽ കേട്ട സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കഥയിലുള്ള നായകൻ, കഥയല്ല ശരിക്കും ഉണ്ടായതാണ്, അദ്ദേഹം ഒരു 52 വയസ്സായ അധ്വാനിക്കുന്ന വയനാട്ടിലെ ഒരു നാട്ടിൻപുറത്തെ ഒരു കർഷകനാണ്. അദ്ദേഹത്തിന് ഒരു പുറം വേദനയായി കണ്ടുപിടിച്ചതിന് ശേഷം ചില ടെസ്റ്റുകളൊക്കെ നടത്തി എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രക്തസംബന്ധമായിട്ടൊരു ക്യാൻസറിൻ്റെ ഒരു പേരുമായിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ നേരം അദ്ദേഹത്തിന് ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്ത് ഈ അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിൻ്റെ മുഖം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആശങ്ക. ഒരു 6 മാസത്തെ ചികിത്സ മതി എന്നൊക്കെ ഞാൻ ആശ്വാസപ്പെടുത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ആശങ്ക കണ്ടിട്ട് ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് പുറത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നെക്കാട്ടിൽ നല്ല ഒരു എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഒരു ശുദ്ധവായുവിനെക്കാട്ടിലും കൂടുതൽ നല്ല ശുദ്ധവായു കിട്ടാൻ വേറെ എവിടെ ഇല്ല. ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന കൃഷിയിൽ നിന്നാണ് മിക്ക സമയത്തും ഞങ്ങളുടെ പച്ചക്കറിയും ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് വന്നു? അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു ചോദ്യമാണ്, എനിക്ക് എന്തുകൊണ്ട് വന്നു? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ നമ്മുടെ ജീവിതശൈലിയിൽ നിന്നോ അല്ല എല്ലാ ക്യാൻസറും വരുന്നത്. ചില ക്യാൻസറുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായേക്കാം. ഇപ്പോൾ പുക വലിച്ചാൽ ക്യാൻസർ വരും എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ എല്ലാ പുകവലിക്കാരും ക്യാൻസർ വരുന്നില്ലെങ്കിലും സാധാരണ ഒരു ലങ് ക്യാൻസർ വരുന്നതിനെക്കാട്ടിലും 10 മടങ്ങോ 100 മടങ്ങോ സാധ്യത കൂടുതലാണ് പുക വലിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ശ്വാസകോശ അർബുദം വരാൻ. കാരണം ഒരു ടുബാക്കോ എന്ന് പറഞ്ഞതിൽ ഒരുപാട് ഈ ക്യാൻസർ ഫോമിങ് കാർസിനോജൻസ് അടങ്ങിയിട്ടുണ്ട് ഒരു സിഗരറ്റിൻ്റെ ഉള്ളിലോ ബീഡിയുടെ ഉള്ളിലോ. അപ്പോൾ എന്ന രീതിയിൽ ഭക്ഷണവും ക്യാൻസറും തമ്മിലുള്ള ബന്ധമാണ്. ഇത് മുഴുവനായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ദിവസം മാത്രം പോരാ, അത്ര വലിയൊരു വിഷയമാണത്. വളരെ ലഘുവായിട്ട് എല്ലാ ഭക്ഷണങ്ങളും ക്യാൻസർ ഉണ്ടാക്കും എന്ന് തെളിഞ്ഞിട്ടില്ല. ഈ ഭക്ഷണങ്ങൾ സേഫാണ്, ഈ ഭക്ഷണങ്ങൾ സേഫല്ല എന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും പഠനങ്ങളിൽ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്നൊക്കെ പറഞ്ഞിട്ട് കാർസിനോജൻ അഥവാ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ വേർതിരിക്കപ്പെടുന്നു. അതിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ഭക്ഷണങ്ങൾ, ഒഴിവാക്കുക വെച്ചാൽ പൂർണ്ണമായി ഒഴിവാക്കലാവില്ല, കുറയ്ക്കേണ്ടതായാലും മതി. അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറച്ച് പറയാനുള്ളത്, ഒന്ന് പ്രിസർവേറ്റീവ് ഫുഡാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഈ ഫ്രോസൺ ഫുഡ്സ്, ഈ സോസേജസ്, ബേക്കൺ എല്ലാവരും കഴിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോസൺ ഫുഡ്സ് കാണാറുണ്ട്. അപ്പോൾ ഈ പ്രിസർവ്ഡ് ഫ്രോസൺ ഫുഡ്സ് അത്ര നല്ലതല്ല, നല്ലോണം ലിമിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ബാർബിക്യൂഡ്, സ്മോക്ഡ് ആൻഡ് സോൾട്ടഡ് ഫുഡ്സ് അത് മാത്രം നല്ലതല്ല. നമ്മൾ ബാർബിക്യൂഡ് ഫുഡ്സ് ഒരു സ്റ്റൊമക് ക്യാൻസറിന് മെയിൻ കാരണമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ച് എപ്പോഴെങ്കിലും ഒരു ബാർബിക്യൂ ചിക്കൻ കഴിച്ചതുകൊണ്ട് തെറ്റുണ്ടെന്നുള്ളതല്ല. പക്ഷെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ തീന്മേശയിൽ ഈ ഭക്ഷണം വരാൻ പാടുള്ളതല്ല. റെഡ് മീറ്റ് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ ഓവർ കൺസംഷൻ ഓഫ് റെഡ് മീറ്റ് എല്ലാ 1.5 ദിവസങ്ങളിലും ആഴ്ചയിൽ 2 ദിവസം 3 ദിവസവും ഒരു റെഡ് മീറ്റ് നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ ഭാഗമാവാൻ. റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫാറ്റ് കണ്ടൻറ്റ് മീറ്റാണത്. അപ്പോൾ അതിൽ ബീഫ് ആവാം, മട്ടൺ ആവാം. അപ്പോൾ അങ്ങനത്തെ മീറ്റ്സ് ഒരുപാട് നമ്മുടെ ഒരു തീന്മേശയിൽ ഡെയിലി ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ ഭാഗമാവരുത്. എന്ന് വെച്ച് ഇടയിൽ ഒരു ബീഫ് കഴിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ പുറമേ ഒരു ഗ്രൂപ്പ് A കാർസിനോജനായിട്ട് അറിയപ്പെടുന്ന ഈ ഓയിൽസാണ്, ഓയിൽ. അപ്പോൾ ഈ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയല്ല റീയൂസ് ഓഫ് ഓയിൽസ്. പിന്നെ ഈ പ്ലാന്റ് ഓയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഓയിൽസ് ഉണ്ട്. അപ്പോൾ അതിന് ഈ ഒരുപാട് തിളപ്പിച്ചാൽ അല്ലെങ്കിൽ വീണ്ടും ഒരു തവണ പപ്പടം കാച്ചി വീണ്ടും എണ്ണ കാച്ചിയും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങളൊക്കെ റിലീസാവുമെന്നും അപ്പോൾ അത് ക്യാൻസർ ഉണ്ടാക്കാമെന്നുള്ളതും ചില പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ പാല് കുടിച്ചാൽ ക്യാൻസർ വരും, കോഴിമുട്ട കഴിച്ചാൽ ക്യാൻസർ വരും, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതൊന്നും പ്രൂവഡ് ആയിട്ടൊരു ഫാക്റ്റ് അല്ല. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് A കാർസിനോജൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഭവങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പുറമേ നമ്മളൊരു ഷുഗർ ഇൻടേക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറെ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിരം കഴിച്ചാൽ, പഞ്ചസാര ഒരു സ്പൂൺ കഴിച്ചാൽ ക്യാൻസർ വരുന്നുമല്ല. പക്ഷേ ക്രോണിക് ആയിട്ട് ഷുഗർ കണ്ടെയ്നിങ് ഫുഡ്സും ഷുഗർ ഇൻടേക്കിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് വേയിൽ അത് ഒബേസിറ്റിയും അത് ക്യാൻസറിനും ഭാഗമായേക്കാം. ഡയറക്റ്റ് ആയിട്ടും അതിന് ചെറിയ ക്യാൻസറിന് ലക്ഷണങ്ങൾ ബന്ധങ്ങളുണ്ടെന്നൊക്കെ കുറച്ച് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഷുഗർ ഇൻടേക്ക് പറ്റുന്നത്ര കുറയ്ക്കണം. ഒരു അവോയ്ഡ് ചെയ്യേണ്ട വേറെ ഒന്നിലൊരു സോൾട്ട്
ഒരു ലിമിറ്റ് ദ കൺസംഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നുണ്ട്. ആൽക്കഹോൾ, മദ്യം, പുകവലി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ മദ്യം പണ്ടൊക്കെ കുറച്ച് മദ്യപിച്ചാൽ ഹാർട്ടിന് നല്ലതാണെന്നൊക്കെ വരെ പഠനങ്ങളിടയ്ക്ക് വന്നിരുന്നതെന്ന് ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് ഓൺകോളജിയുടെ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം മദ്യം കാർസിനോജനിക് ആണ്. അത് മിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണെങ്കിലും അതൊരു കാർസിനോജൻസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ആ ഒരു ശീലം ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ക്യാൻസർ പ്രിവെൻഷനുമായിട്ട് സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ പുറമെ ബാക്കിയുള്ള ഭക്ഷണങ്ങളും ക്യാൻസറുമായിട്ടൊക്കെ നിങ്ങൾ ഓരോന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നതൊക്കെ വെറും ഒരു തെറ്റിദ്ധാരണകളാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ അതൊരു ആധികാരികമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. താങ്ക് യു.